ഇസ്രയേലിനെതിരെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച ഹൂത്തികൾ. ടെൽ അവീവിലേക്കാണ് ഹൂത്തികൾ മിസൈലുകൾ വിക്ഷേപിച്ചത്. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം ആരോ 3ക്ക് മിസൈൽ തടുക്കാൻ കഴിഞ്ഞില്ല. മിസൈൽ ഇസ്രയേലിനുള്ളിൽ കടന്ന് തുറസായ സ്ഥലത്താണ് പതിച്ചത്. മിസൈൽ പതിച്ചപ്പോൾ 7 ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് സൈറൻ കേട്ടിരുന്നു. ഇതോടുകൂടി പരിഭ്രാന്തരായ 23 ലക്ഷത്തോളം ആളുകൾ ബങ്കറിൽ ഒളിച്ചതായാണ് റിപ്പോർട്ടുകൾ. ബങ്കറിലേക്ക് ഓടുന്ന തിക്കിലും തിരക്കിലും പെട്ട് 9 ഇസ്രയേലികൾക്ക് നിസാരമായി പരിക്കേറ്റതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മൊയ്ഡീൻ നഗരത്തിലുള്ള റെയിൽവേ സ്റ്റേഷന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഹൂത്തികളുടെ മീഡിയ സ്പോക്ക് പേഴ്സൺ പറഞ്ഞത് മിസൈൽ തടുക്കുന്നതിൽ ഇസ്രയേൽ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെട്ടു എന്നും ഇത് തുടക്കം മാത്രം ആണെന്നുമാണ്. മിസൈൽ 11 മിനിറ്റ് കൊണ്ട് 2040 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇസ്രയേലിനുള്ളിൽ എത്തിയത്. യമനിൽ നിന്ന് പറന്ന ബാലിസ്റ്റിക് മിസൈൽ സൗദി അറേബ്യയുടെയും ജോർഡന്റെയും എയർ സ്പേസിലൂടെയാണ് ഇസ്രയേലിലേക്ക് പറന്നത്. സൗദി അറേബ്യയോ ജോർദാനോ മിസൈൽ വെടിവെച്ചിടാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകളൊന്നും തന്നെയില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇറാൻ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ജോർദാൻ മിസൈലുകൾ തങ്ങളുടെ എയർ സ്പേസിൽ വെച്ച് വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടുകൂടി ജോർദാൻ രാജാവിനെതിരെ സോഷ്യൽ മീഡിയ വഴി ചതിയൻ എന്ന തലക്കെട്ടോടെ വ്യാപക പ്രതിഷേധം അറബ് ലോകത്ത് അലയടിച്ചിരുന്നു. ജനവികാരം വീണ്ടും തങ്ങൾക്കെതിരാകുമെന്ന കാരണം കൊണ്ടാവാം സൗദിയും ജോർദാനും മിസൈൽ തടുക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. ഹൂത്തികൾ തങ്ങളുടെ സ്വന്തം ബാലിസ്റ്റിക് മിസൈലാണ് ഉപയോഗിച്ചത് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും എക്സ്പേർട്ട് വിലയിരുത്തുന്നത് ഇറാനിയൻ മിസൈൽ യമനിൽ അസംബിൾ ചെയ്തതായിരിക്കാം എന്നാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചത് ഇതിന് ഹൂത്തികൾ വലിയ വില നൽകേണ്ടി വരുമെന്നാണ്. കഴിഞ്ഞ മാസം ഇസ്രയേൽ ഹൊദൈദ തുറമുഖം ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ 3 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ജൂലൈയിൽ ഹൂത്തികൾ ടെൽ അവീവിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുകയും ഇസ്രയേൽ എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോൺ തടുക്കുന്നതിൽ പരാജയപ്പെടുകയും ഒരു സിവിലിയൻ മരിക്കുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം കഴിഞ്ഞ ആഴ്ച ഹൂത്തികൾ 2 അമേരിക്കൻ ഡ്രോണുകൾ വെടിവെച്ചിടുകയും ചെയ്തിരുന്നു. ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം 8 മാസത്തിന് ശേഷം അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ USS തിയോഡ്രോൺ റൂസ്വെൽറ്റിനെ കഴിഞ്ഞ ആഴ്ച മിഡിൽ ഈസ്റ്റിൽ നിന്ന് തിരിച്ചു വിളിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഹൂത്തി ആക്രമണം ഉണ്ടായി. എന്നാൽ ഹൂത്തികൾ കടലിലും 100 കണക്കിന് കപ്പലുകളാണ് അഗ്നിക്കിരയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കാതെ തങ്ങൾ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്ന് ഹൂത്തികൾ പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് തങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറാൻ മിലീഷ്യകളുടെ ആക്രമണമാണ് ഒരേ സമയം നേരിടേണ്ടി വരുന്നത് എന്നാണ്. എന്നാൽ ഇറാൻ ശ്രമിക്കുന്നതാവട്ടെ ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികരണമായി 4 പാടും ഇസ്രയേലിനെതിരെ പോർമുഖങ്ങൾ തുറക്കാനാണ്. യമനിൽ നിന്ന് ഹൂത്തികളെയും ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയെയും ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും തങ്ങളുടെ മിലീഷ്യകളെയും ഉപയോഗിച്ചും ആക്രമണം നടത്താനാണ് ശ്രമിക്കുന്നത്. ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായി അതേ ദിവസം തന്നെ 40ഓളം കത്തൂഷ റോക്കറ്റ് ഹെസ്ബുള്ള വടക്കൻ ഇസ്രയേലിലേക്കും തൊടുത്തു. അതേസമയം അമേരിക്കയെയും ഇസ്രയേലിനെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ചാമ്രാൻ ഉപഗ്രഹം വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നു. 60 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത് ഇറാന്റെ ഖയ്യൂം എന്ന റോക്കറ്റാണ്.